വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്റെ മൂത്ത മകളുടെ വിവാഹ തിരക്കുകളിലായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിലെയും സിനിമയിലെയും തിരക്കുകൾ മാറ്റിവെച്ച് കുടുംബത്തിനൊപ്പം സന്തോഷ നിമിഷങ്ങൾ ആഘോഷകരമാക്കുകയാണ് നടൻ. താരത്തിന്റെ വീട്ടിലെ ആദ്യത്തെ വിവാഹമായിരുന്നു നടന്നത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ വെച്ചാണ് വിവാഹം നടന്നത്. 4 മക്കളിൽ മൂത്തയാളായ ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹന്റെ ഭാര്യയായി ജീവിതം ആരംഭിക്കുമ്പോൾ വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു. മാത്രമല്ല, സിനിമാ താരങ്ങളടക്കം നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടേത്. അതേസമയം ആഘോഷങ്ങൾക്കൊപ്പം വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴത്തെ നടി ശ്രീയ രമേശിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സത്യത്തിൽ ചില സൈബർ മനോരോഗികൾ സുരേഷ് ഗോപിയെയും കുടുംബത്തെയും അലോസരപ്പെടുത്താനും വേദനിപ്പിക്കാനും നോക്കുകയാണെന്ന് പറയുകയാണ് നടി ശ്രീയ രമേശ്. രൂപത്തിൽ വെച്ച കിരീടം താഴേക്ക് വീഴുകയും ചെയ്തിരുന്നു. ഇതിന്റെ പേരിലടക്കം വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. സത്യത്തിൽ അതൊരു ക്യാമറാമാൻ തട്ടിയിട്ടതാണെന്നാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ ശ്രീയ പറയുന്നത്. ഭാഗ്യയുടെ വിവാഹം എന്നത് സുരേഷ് ചേട്ടന്റെയും ചേച്ചിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണെന്ന് ഗുരുവായൂരപ്പന്റെ നടയിൽ സബലീകൃതമായത്. എത്രയോ കാലമായി കാത്തിരുന്ന നിമിഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കൊണ്ട് അത്യപൂർവമായ ഒരു വിവാഹ ചടങ്ങ് തന്നെയായിരുന്നു ഇത്. ഒപ്പം മലയാള സിനിമയിലെ 2 ഇതിഹാസങ്ങളുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും സാന്നിധ്യം. ഭാഗ്യമോൾക്കും ഭർത്താവ് ശ്രേയസിനും എന്റെയും കുടുംബത്തിന്റെയും ആശംസകളും പ്രാർത്ഥനകളും. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ചടങ്ങിനെ ഏതെല്ലാം രീതിയിൽ മോശമായി ചിത്രീകരിച്ച് അവരെ വേദനിപ്പിക്കാൻ അലോസരപ്പെടുത്താനും സാധിക്കുമോ അതിന്റെ പരമാവധി ചില സൈബർ മനോരോഗികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി. ഇപ്പോഴും നിർത്തിയിട്ടില്ല. തൃശ്ശൂരിലെ പള്ളിയിൽ മാതാവിന്റെ തിരുരൂപത്തിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ച സമയത്ത് ഏതോ ക്യാമറാമാൻ അത് തട്ടിയിട്ടത് എന്തെല്ലാം ദുർവ്യാഖ്യാനം നൽകിയവർ. ഒടുവിൽ ഇതാ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കരികെ മമ്മൂക്ക കൈകെട്ടി നിൽക്കുന്ന ഒരു ചിത്രം പോലും സൈബർ മനോരോഗികൾ തങ്ങളുടെ മനസ്സിന്റെ സങ്കുചിതാവസ്ഥയ്ക്ക് ഏറ്റവും പാകമായ വിധം വ്യാഖ്യാനങ്ങൾ നൽകി ആഘോഷിക്കുകയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്നും അക്ഷതം സ്വീകരിച്ചതും നമ്മൾ കണ്ടു. ഇത്തരം മനസ്സുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തിന്റെ വലിപ്പം ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ആ സങ്കുചിത മാനസിക അവസ്ഥയിൽ കലാകാരന്മാർ ഉൾപ്പെടെ ഉള്ളവർ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം എന്ന് ദയവായി പ്രതീക്ഷിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ എന്നുമാണ് ശ്രീയ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്. അതേസമയം നടിയുടെ പോസ്റ്റിനും വിമർശനം ലഭിച്ചിരുന്നു. ഏറെ സ്നേഹത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതെ വയ്യ. ഏതൊരു രക്ഷിതാവിനും സ്വന്തം മകളുടെ വിവാഹം ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്, സംശയമില്ല. അതുപോലെ വിവാഹ മുഹൂർത്തം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ചടങ്ങ് നടത്തണം. എന്നാൽ കേവലം ഒരു കുടുംബത്തിന് വേണ്ടി 75ഓളം വിവാഹങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിന്നും മാറ്റേണ്ടി വന്നതിലാണ് നന്മയുള്ള ഓരോ മനുഷ്യനും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ഇത്തരം ഒരു നിലപാട് വന്നു എന്ന്. അവിടെ വിവാഹം നടത്താൻ രജിസ്റ്റർ ചെയ്യാത്ത 75 കുടുംബങ്ങൾ അവരോട് പറയാമായിരുന്നില്ലേ, ഈ ദിവസത്തിൽ നടത്താൻ സാധിക്കില്ല, അന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പന് വിശേഷപ്പെട്ട ചടങ്ങുണ്ടെന്ന്. എന്നിങ്ങനെ ചിലർ ശ്രീയയുടെ പോസ്റ്റിന് താഴെയും വിമർശനങ്ങളുമായി വന്നിരിക്കുകയാണ്. അതേസമയം സോഷ്യൽ മീഡിയ പേജിലൂടെ വിവാഹത്തിന് പോയതിന്റെ വിശേഷങ്ങളും താരകുടുംബത്തിന് ആശംസകളും അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി രചന നാരായണൻകുട്ടി. ഇന്നൊരു ശുഭദിനം ആയിരുന്നു. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിൽ വെച്ച് സുരേഷ് ഏട്ടന്റെ മകൾ ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹ ചടങ്ങ് ഭംഗിയായി കഴിഞ്ഞു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ചടങ്ങിന് പ്രൗഢി പകർന്നു. ഓരോ കലാകാരനെയും പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തുന്നതിൽ സുരേഷ് ഏട്ടൻ കാണിച്ച പരിഗണന അദ്ദേഹത്തിന്റെ ഊഷ്മളതയും ആതിഥ്യ മര്യാദയും പ്രകടമാക്കുന്ന ഒന്നായിരുന്നു. ഒരു പൊതു വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം മാത്രമല്ല, കലാപരമായ സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ വിലമതിപ്പും ഇതിൽ പ്രകടമായിരുന്നു. അത്തരം വ്യക്തിപരമായ ഇടപെടലുകൾ ആഘോഷത്തെ കൂടുതൽ ഹൃദ്യവും അവിസ്മരണീയവുമാക്കി. അയോധ്യയിൽ നിന്നുള്ള അക്ഷതം എന്ന പ്രധാനമന്ത്രിയുടെ ചിന്താപൂർവമായ സമ്മാനം ശുഭകരമായ സംഭവത്തിന് ഒരു ദൈവിക സ്പർശം നൽകുന്നതായിരുന്നു. അദ്ദേഹം ആ പ്രസാദം ഞാൻ ഉൾപ്പെടെ അവിടെ നിന്ന് എല്ലാ കലാകാരന്മാർക്കും ഇന്ന് വിവാഹിതരായ മറ്റ് ദമ്പതികൾക്കും കൈമാറിയത് ദൈവിക അനുഭൂതിയായി മാറി. ഇത്രയും സന്തോഷകരമായ നിമിഷങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊരു അനുഗ്രഹമാണ്. എൻ്റെ കണ്ണൻ ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിച്ചു തന്ന ഒരു പുണ്യ നിമിഷം. സത്സംഗം ഞാൻ എന്നും വിലമതിക്കുന്ന സത്സംഗം. ഗുരുവായൂരുമായുള്ള ദൈവിക ബന്ധവും ഈ സത്സംഗത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളും ഭൗതിക ആഘോഷങ്ങളെ മറികടക്കുന്ന ആത്മീയ പ്രാധാന്യത്തിന്റെ ഒരു ബോധം എന്നിൽ സൃഷ്ടിച്ചു. വീണ്ടും അമൃത് നുകരുന്ന അനുഭൂതി ഭഗവാൻ സമ്മാനിച്ചു. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ നയിക്കപ്പെടുന്ന സ്നേഹവും വിവേകവും ദൈവിക കൃപയും നിറഞ്ഞ ഒരു യാത്ര ഭാഗ്യയ്ക്കും ശ്രേയസിനും ഉണ്ടാകട്ടെ. ഭാഗ്യവും ശ്രേയസും വർദ്ധിക്കട്ടെ. പ്രാർത്ഥന. പ്രിയ സുരേഷ് ഏട്ടാ, ഈ സത്സംഗത്തിൽ എന്നെയും ചേർത്ത് നിർത്തിയതിന് ഒരുപാട് സ്നേഹം, ഒരുപാട് ബഹുമാനം. രചനയ്ക്ക് പുറമെ മലയാള സിനിമാ ലോകത്തു നിന്നുള്ള നടിമാരും നടന്മാരും അടക്കം നിരവധി താരങ്ങളാണ് ഭാഗ്യ അനുഗ്രഹിക്കാനും താരവിവാഹത്തിൽ പങ്കെടുക്കാനും എത്തിയത്.